ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഇപ്പം കുറച്ച് നാളായി എനിക്ക് വാങ്ങിക്കണം എന്ന് തോന്നിയ 2 ഐറ്റംസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് വാങ്ങിച്ചത് മീഷോയിൽ നിന്നാണ്. വളരെ അഫോർഡബിൾ റേറ്റിനാണ് ഈ 2 പ്രൊഡക്റ്റും എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കവറൊക്കെ കട്ട് ചെയ്തിരുന്നു കേട്ടോ. എന്നിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആദ്യത്തേത് ഒരു ഡേറ്റർ സ്റ്റാമ്പ് വിത്ത് സ്റ്റാമ്പ് പാഡാണ്. ഇതിൽ നമുക്ക് ഡേറ്റൊക്കെ സ്റ്റാമ്പ് ചെയ്യാൻ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പം ഡേറ്റ്സ് ഓരോന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിലായിട്ട് ചെറിയ വീല് പോലത്തെ ഒരു സംഭവമുണ്ട്. അത് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് ഓരോ ഡേറ്റ്സും ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ജേർണലിങ്ങൊക്കെ ചെയ്യാൻ നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഇതിൻ്റെ ഈ സ്റ്റാമ്പ് പാഡ് ഒരു പാക്കറ്റിലായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം അത് റിമൂവ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി നെക്സ്റ്റ് നമുക്കൊന്ന് ഇതൊന്ന് സ്റ്റാമ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇന്നത്തെ ഡേറ്റ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് 10-ാം തീയതി ആണല്ലോ. അപ്പം 10-ാം തീയതി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്കിനി ഒരു ബുക്കിലേക്ക് ഒന്ന് സ്റ്റാമ്പ് ചെയ്ത് നോക്കാം. ഈ ഒരു ഡേറ്റർ സ്റ്റാമ്പ് തന്നെ ഒരുപാട് മോഡൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു മോഡലാണ് ചൂസ് ചെയ്തത്. ഇതിൻ്റെ തന്നെ കുറേ ടൈപ്പ് സ്റ്റാമ്പ് വരുന്നുണ്ട്. അപ്പം ഇതൊരു ലൈറ്റ് ഗ്രീൻ കളറിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ ഇതിൽ ഇങ്കിൻ്റെ കളർ വരുന്നത് ഒരു ബ്ലൂ കളറിലാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ബ്ലാക്ക് ആയിരിക്കുമെന്ന്, ബട്ട് ഇത് ബ്ലൂ ആണ്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റാമ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ എൻ്റെ കയ്യിൽ മുമ്പേ വാങ്ങിച്ച ആൽഫബറ്റ് ഉണ്ട്. അപ്പം ആൽഫബറ്റ് സ്റ്റാമ്പ്സ് ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെയുള്ള ഇങ്ക് ഒരു ചെറിയ ബോക്സിലാണ് ആ ഒരു ഇങ്ക് പാഡ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഇങ്ക് കഴിഞ്ഞു പോയിട്ടോ. അപ്പോൾ അതിൻ്റെ ഇങ്ക് കഴിഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ഇപ്പം കുറേ നാളായി ഇപ്പം ആ ഒരു ആൽഫബറ്റ് സ്റ്റാമ്പ്സ് ഒന്നും യൂസ് ചെയ്യാത്തത്. ഇനിയിപ്പം എന്തായാലും യൂസ് ചെയ്യാൻ തുടങ്ങണം. സ്റ്റാമ്പ് പാഡ് കിട്ടിയല്ലോ, ഇനിയിപ്പം കുഴപ്പമില്ല. അപ്പോൾ ഇത് ഈ ഒരു ബുക്കിൻ്റെ ഓരോ ഭാഗത്തായിട്ട് ഞാൻ ജസ്റ്റ് സ്റ്റാമ്പ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് എൻ്റെ ബേബീൻ്റെ സൗണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ. അപ്പം ഓരോ തിരക്കിനിടയിലാണ് വീഡിയോ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം ഞാനതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാ ഈ ഒരു ഐറ്റം തിരിച്ചെടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്ക് അടുത്ത ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഒരു 30 റോൾ ഡെക്കറേറ്റീവ് മാസ്കിംഗ് ടൈപ്പാണ് കേട്ടോ. അപ്പം ഗിഫ്റ്റ് റാപ്പിങ്ങിനും DIY ഡെക്കർ ചെയ്യാനും പിന്നെ ക്രാഫ്റ്റ് പ്രോജക്ട്സ് ചെയ്യാനും ജേർണലിങ് ചെയ്യാനും അപ്പം നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റമാണ് മാസ്കിംഗ് ടൈപ്പാണ് കേട്ടോ ഇത്. അപ്പം ഇതിൽ ഒരു സെറ്റിൽ 10 പീസാണ് വരുന്നത്. അപ്പം അങ്ങനെ ഇതിൽ 3 സെറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനിത് മെയിനായിട്ട് വാങ്ങിക്കാൻ കാരണം പെൻ പാലിംഗ് ഒക്കെ ചെയ്യുമ്പം എക്സ്ട്രാസിൽ ആഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നല്ലൊരു ക്യൂട്ട് ആൻഡ് ഇസ്തറ്റിക് തീമിലാണ് കേട്ടോ ഓരോ മാസ്കിംഗ് ടൈപ്പും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പം തന്നെ മനസ്സിലാവും ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ ഒരുപാട് കളറിൽ ഡിഫറെൻറ്റ് തീമിലാണ് ഓരോന്നും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്താ പറയുക, നല്ലൊരു കവായി പ്ലസ് ക്യൂട്ട് ഇസ്തറ്റിക് ആ ഒരു തീമിലാണ് മൊത്തത്തിൽ ഈ ഒരു തീമിലാണ് വരുന്നത് മാസ്കിംഗ് ടൈപ്പ് വരുന്നത്. അപ്പം എന്താ പറയുക, ഇനിയിപ്പം ഇത് യൂസ് ചെയ്തിട്ട് ജേർണലിങ്ങൊക്കെ ചെയ്യണം. അപ്പം അതുമാത്രമല്ല ഇതൊന്ന് നന്നായിട്ട് ഒരു ബോക്സിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുകയും ചെയ്യണം. അപ്പം ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോ ഇനിയിപ്പം നെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ടോപ്പിലുള്ളൊരു മാസ്കിംഗ് ടേപ്പ് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം ഇതൊരു മിഫി തീമിൽ വരുന്നൊരു മാസ്കിംഗ് ടേപ്പാണ് കേട്ടോ ഏറ്റവും ടോപ്പിലുണ്ടായിരുന്നത്. അപ്പം അത് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പം എന്താ പറയുക, നല്ല ക്യൂട്ടാണ് കേട്ടോ ഇത് കാണാൻ. നിങ്ങൾ വീഡിയോയിൽ കാണുന്നതിലും നല്ലൊരു ക്യൂട്ട്നെസ് തോന്നുന്നുണ്ട് ഇപ്പം ഇത് ഡയറക്റ്റ് യൂസ് ചെയ്യുമ്പം. പിന്നെ ഈ മാസ്കിംഗ് ടൈപ്പ് തന്നെ ഒരുപാട് തീമിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം അതിൻ്റെ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പം ജേർണലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള 2 ഐറ്റംസാണ് ഇത് രണ്ടും വരുന്നത്. ഇനി കുറച്ച് പെൻ പാലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം അങ്ങനെ വിചാരിച്ച് ഇങ്ങനെ ഓരോ ദിവസങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് തീർക്കണം. ഇനിയും ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യാനുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒന്നിനും ഒരു ടൈം കിട്ടാത്ത പോലെയാണ് കേട്ടോ. അപ്പം ഓരോ ബിസി ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒന്നിനും ടൈം കിട്ടുന്നില്ല. അപ്പം പരമാവധി എങ്ങനെയെങ്കിലും കിട്ടുന്ന ടൈം
വീഡിയോ എടുക്കുകയും എഡിറ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.